Hi everyone, welcome to Excel Academy's online classes. എൻ്റെ പേര് അബ്ദുൽ മുഹൈമീൻ. നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ അഥവാ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, എന്താണ് മിഡീവൽ വേൾഡ് അല്ലെങ്കിൽ മധ്യകാല ലോകം? വാട്ട് ഡസ് ഇറ്റ് മീൻ മിഡീവൽ ഓർ ദ മിഡീവൽ വേൾഡ്? നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചരിത്രത്തെ 3 കാലഘട്ടമായി തരംതിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? ഒന്ന് പ്രാചീനം, മധ്യകാലം, ആധുനിക കാലം. ഹിസ്റ്ററി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 പീരീഡ്സ്: ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് ദ മോഡേൺ പീരീഡ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മധ്യകാല ചരിത്രത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മധ്യകാല ലോക ചരിത്രത്തെക്കുറിച്ചാണ്. മധ്യകാലം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ AD 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ദ പീരീഡ് ബിറ്റ്വീൻ 5th century to 15th century AD ഈസ് നോൺ ആസ് ദ മിഡീവൽ പീരീഡ്. അതുകൊണ്ട് തന്നെ മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനമായും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നീ വൻകരകളിൽ അല്ലെങ്കിൽ എന്നിവിടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള എമേർജ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ അധികാര കേന്ദ്രങ്ങളെ, സെന്റേഴ്സ് ഓഫ് പവേഴ്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ളത് പൗരസ്ത്യ റോമ സാമ്രാജ്യം അഥവാ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് വിത്ത് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ഏൻഷ്യന്റ് എംപയേഴ്സിൽ അല്ലെങ്കിൽ പ്രാചീന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതിയുള്ള വലിപ്പമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം അഥവാ റോമൻ എംപയർ. ആ റോമൻ എംപയറിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ, ഭരണാധികാരിയായിരുന്നു ഡയോക്ലീഷ്യൻ. വലിയ ഒരു സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം, റോമൻ എംപയർ എന്ന് നമ്മൾ കണ്ടു. ഭരണകാര്യങ്ങൾ കൂടുതൽ സൗകര്യമാക്കാൻ ഡയോക്ലീഷ്യൻ റോമൻ സാമ്രാജ്യത്തിന് AD 4ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യമെന്നും പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നുമായി വിഭജിച്ചു. One of the famous rulers in the ancient Roman Empire, Diocletian, in AD 40th century, for the administrative convenience, he divided the empire into 2 parts: Eastern Empire and the Western Empire. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം റോം ആയിരുന്നു. അങ്ങനെയായിരിക്കുമ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനം അഥവാ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ മുൻപ് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിരുന്നത് ബൈസാന്റിയം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യം ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെട്ടു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ. അദ്ദേഹം റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു നിയമസംഹിത ഉണ്ടാക്കി. ഈ നിയമസംഹിത അറിയപ്പെട്ടിരുന്നത് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നായിരുന്നു. എന്താണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്? ആരായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ എന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു റോമിലെ എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ചൊരു നിയമസംഹിത ഉണ്ടാക്കി. അതാണ് Corpus Juris Civilis. One of the famous ruler in the Eastern Roman Empire was Justinian. He codified the existing Roman laws into a code of law. That code of law is known as Corpus Juris Civilis. And it was purely based on justice, generosity and the principle of reasoning. കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന ഈ നിയമസംഹിത യുക്തി, നീതി, ഔദാര്യം അല്ലെങ്കിൽ റീസണിങ്, ജസ്റ്റിസ്, ജനറോസിറ്റി എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ഈ നിയമസംഹിതക്ക്
അല്ലെങ്കിൽ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നതിന് 3 ഭാഗങ്ങളുണ്ട്. ഏതെല്ലാമാണ് ആ 3 ഭാഗങ്ങൾ? ഫസ്റ്റ് വൺ, കോഡ്, വിച്ച് മീൻസ് ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. കോഡ് എന്ന് പറഞ്ഞാൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകം. അതാണ് ഒന്നാമത്തത്. ദാറ്റ് ഈസ് നോൺ ആസ് കോഡ്. സെക്കൻഡ് വൺ, ദ ഡൈജസ്റ്റ്. ഡൈജസ്റ്റ്, the book which records the opinion of the jurists regarding the laws. നിയമങ്ങളെ കുറിച്ചിട്ടുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന പുസ്തകം. അതാണ് ഡൈജസ്റ്റ്. തേർഡ് വൺ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇറ്റ് ഈസ് എ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പാഠപുസ്തകം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? കോർപ്പസ് ജൂറിസ് സിവിലിസിന്റെ ഭാഗങ്ങൾ. ഏതെല്ലാമാണ് ആ ഭാഗങ്ങൾ? ഒന്ന് കോഡ്, രണ്ടാമത്തത് ഡൈജസ്റ്റ്, മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് ഒന്നും കൂടി നോക്കാം. എന്താണത്? ഫസ്റ്റ് വൺ, ദ കോഡ്, which means the book containing the laws prevailed in the Roman Empire. കോഡ് എന്ന് പറഞ്ഞാൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകം. പുസ്തകമാണ് കോഡ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഡൈജസ്റ്റ്, ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ ജൂറിസ്റ്റ് റിഗാർഡിംഗ് ദ ലോസ്. ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരുടെ അല്ലെങ്കിൽ നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. തേർഡ് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇറ്റ് ഈസ് എ സ്മോൾ ബുക്ക് ഇൻറ്റൻഡഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള ചെറിയ പാഠപുസ്തകം അല്ലെങ്കിൽ ചെറിയ പുസ്തകത്തിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, we have realized the contribution of the Justinian into the Eastern Roman Empire. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ ജസ്റ്റീനിയന്റെ സംഭാവന എന്താണ്? അത് നമ്മളിവിടെ മനസ്സിലാക്കി. എന്താണ്? അദ്ദേഹത്തിന്റെ നിയമസംഹിത, അതായത് കോർപ്പസ് ജൂറിസ് സിവിലിസ്. പിന്നീട് പല രാജ്യങ്ങളിലും നിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ കോർപ്പസ് ജൂറിസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്രഞ്ച് ഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് റൂളറായിട്ടുള്ള നെപ്പോളിയന്റെ നിയമസംഹിതക്ക് അടിത്തറ ബേസ് ആയിട്ടുള്ളത് ജസ്റ്റീനിയന്റെ നിയമങ്ങൾ തന്നെയാണ്. ഓക്കെ, നോക്കൂ, ജസ്റ്റീനിയന്റെ കാലശേഷം നമ്മൾ പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. ഈ ജസ്റ്റീനിയനാണ് റോമിലെ പ്രധാനപ്പെട്ട നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ച് കോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു നിയമസംഹിത, കോഡ് ഓഫ് ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ജസ്റ്റീനിയന്റെ കാലശേഷം പൗരസ്ത്യ റോമ സാമ്രാജ്യം തകരാൻ തുടങ്ങി. അങ്ങനെ അല്ലെങ്കിൽ ആഫ്റ്റർ ദ പീരീഡ് ഓഫ് Justinian, the Roman Empire, Eastern Roman Empire began to decline. അങ്ങനെ AD 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ തലസ്ഥാനം പിടിച്ചടക്കിയതോടുകൂടി അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്തതോടുകൂടി പൗരസ്ത്യ റോമ സാമ്രാജ്യം പൂർണ്ണമായും ഇല്ലാതായി അല്ലെങ്കിൽ തകർന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് പവർ എന്ന് പറയുന്നത് ദ ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യമാണ്. എന്താണ് വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ വ്യത്യസ്തത അല്ലെങ്കിൽ എന്താണ് വിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. The Western Roman Empire with its capital at Rome came to an end due to the continuous invasion of the Germanic tribes. റോം നമ്മൾ പറഞ്ഞു, ഈസ്റ്റേൺ റോമൻ എംപയർ പറയുന്നതിന്റെ മുന്നേ ഡയോക്ലീഷ്യൻ വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നുമായി വിഭജിച്ചിരുന്നു. വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റല് റോം ആയിരുന്നു.
നമ്മളത് കണ്ടു. റോം ഭരണകേന്ദ്രമായിട്ടുള്ള വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പശ്ചിമ റോമ സാമ്രാജ്യം ജർമ്മൻ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ ആക്രമണത്താൽ തകർന്നു അല്ലെങ്കിൽ ഇല്ലാതായി. നോക്കൂ, പശ്ചിമ റോമ സാമ്രാജ്യത്തിലെ പല ഭാഗങ്ങളും ഇത്തരത്തിലുള്ള ആക്രമണകാരികൾ കൈയടക്കി. The territories of the Roman Empire were captured different tribes. അതിൽ മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഫ്രാങ്കുകൾ. The empire established by the Franks is known as the Frankish Empire. ഫ്രാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ള സാമ്രാജ്യത്തിനെയാണ് നമ്മൾ ഫ്രാങ്കിഷ് സാമ്രാജ്യം അഥവാ ഫ്രാങ്കിഷ് എംപയർ എന്ന് വിളിക്കുന്നത്. ഈ ഫ്രാങ്കിഷ് എംപയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയാണ് അല്ലെങ്കിൽ റൂളറാണ് ഷാലമീൻ. അദ്ദേഹത്തിൻ്റെ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യം ഈസ്റ്റേൺ റോമ സാമ്രാജ്യത്തിനേക്കാൾ വിസ്തൃതമുള്ളതായിരുന്നു. നോക്കൂ, ഇവിടെ കാത്തോലിക്ക മതമേധാവിയായിട്ടുള്ള പോപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് ലിയോ തേർഡ് അല്ലെങ്കിൽ ലിയോ മൂന്നാണ്. ഇദ്ദേഹത്തിന് ലൊംബാർഡുകൾ എന്നറിയപ്പെടുന്ന നാടോടികൾ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ നിന്ന് പോപ്പായിട്ടുള്ള അല്ലെങ്കിൽ കാത്തോലിക്ക മതമേധാവിയായിട്ടുള്ള പോപ്പ് ലിയോ തേർഡിനെ, പോപ്പ് ലിയോ മൂന്നാമനെ ഷാലമീൻ അഥവാ ഫ്രാങ്കിഷ് എംപയറിൻ്റെ പ്രധാനപ്പെട്ട ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരി രക്ഷിച്ചു. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇൻ ലിയു ഫോർ ദാറ്റ് ഓർ ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് പോപ്പ് അല്ലെങ്കിൽ ഷാലമീനെ പോപ്പ് വിശുദ്ധ റോമ ചക്രവർത്തി ദ ഹോളി റോമൻ എംപററായി പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഫ്രാങ്കിഷ് എംപയർ ദ ഹോളി റോമൻ എംപയർ അഥവാ വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഫ്രാങ്കിഷ് എംപയറിന് അല്ലെങ്കിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന് ദ ഹോളി റോമൻ എംപയർ എന്ന പേര് കിട്ടിയത്. ഒന്നും കൂടെ നോക്കാം നമുക്ക്. നോക്കൂ, കാത്തോലിക്ക മതമേധാവിയായിട്ടുള്ള പോപ്പ് ലിയോ തേർഡിനെ ലൊംബാർഡുകൾ എന്ന് പറയുന്ന നൊമാഡ്സ് അല്ലെങ്കിൽ നാടോടികൾ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ നിന്ന് പോപ്പിനെ രക്ഷിച്ചത് അല്ലെങ്കിൽ പോപ്പ് ലിയോ മൂന്നാമനെ രക്ഷിച്ചത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഷാലമീനായിരുന്നു. അതുകൊണ്ട് ആ രക്ഷിച്ചതിന് പകരമായിട്ട് ഇൻ ലിയു ഫോർ ദാറ്റ് ഓർ ഇൻ റിട്ടേൺ ഫോർ ദാറ്റ് പോപ്പ് എന്ത് ചെയ്തു? കാത്തോലിക്ക മതമേധാവിയാണ് പോപ്പ്. പോപ്പ് അദ്ദേഹത്തെ വിശുദ്ധ റോമ ചക്രവർത്തി അല്ലെങ്കിൽ ദ ഹോളി റോമൻ എംപയറായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ വിശുദ്ധ റോമ സാമ്രാജ്യം ദ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഓക്കെ, നോക്കൂ, നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്കറിയാം, നമ്മൾ ജസ്റ്റീനിയൻ്റെ സംഭാവനകളെ കുറിച്ച് വിശകലനം ചെയ്തു. അതായത് ജസ്റ്റീനിയനും അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയായിട്ടുള്ള കോർപ്പസ് ജൂറിസ് സിവിലിസിനെ കുറിച്ചും അതിൻ്റെ 3 ഭാഗങ്ങളായിട്ടുള്ള കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നതിനെ പറ്റിയെല്ലാം നമ്മൾ വിശകലനം ചെയ്തു. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഹോളി റോമൻ എംപയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി എന്ന നിലയിൽ ഷാലമീൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യൽ അനിവാര്യമാണ്. സോ വാട്ട് അബൌട്ട് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ ഷാലമീൻ? ലെറ്റ്സ് സീ ദാറ്റ്. നമുക്ക് ഷാലമീൻ എന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ നേട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഷാലമീൻ അദ്ദേഹം സമർത്ഥനായിട്ടുള്ള ഒരു യുദ്ധവീരനും അതേപോലെ കഴിവിട്ട ഭരണകർത്താവുമായിരുന്നു. ഷാലമീൻ he was a great conqueror as well as an efficient administrator. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ് വെസ്റ്റേൺ യൂറോപ്പിലെ മെജോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളെയും അദ്ദേഹം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവന്നു. He was very successful to expand his empire.
He brought almost all of the Western European regions under his own control. എങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ എംപയർ എക്സ്പാൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എംപയറിൻ്റെ വിസ്തൃതി കൂട്ടിയിട്ടുള്ളത്? വൈവാഹിക ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും, അല്ലെങ്കിൽ മാട്രിമോണിയൽ അലയൻസസിലൂടെ, പൊളിറ്റിക്കൽ അലയൻസിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. He introduced centralized administration in his empire. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണം, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതേപോലെ തന്നെ പ്രാദേശിക ഭരണം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അതോടൊപ്പം ഈ കൗണ്ടുകളുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന ഒരു ചാരസംഘടനയെ, അല്ലെങ്കിൽ രഹസ്യ വിഭാഗത്തെ അദ്ദേഹം നിയമിച്ചു. He created a secret department named Missile Dominici to check the activities of the counts. And he created relief funds for helping poor. സാധുജനങ്ങൾക്ക് അദ്ദേഹം ദുരിതാശ്വാസ നിധി ആരംഭിച്ചു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഷാലമീൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം തുടങ്ങി. He established many educational institutions. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വൈജ്ഞാനിക പുനരുത്ഥാനത്തെ, അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ഉണർവിനെയാണ് കരോലിജിയൻ നവോത്ഥാനം അഥവാ കരോലിജിയൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത്. നോക്കൂ, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചക്രവർത്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ എംപറർ എന്ന നിലയിൽ ഷാലമീൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് നേട്ടങ്ങൾ? നമുക്കൊന്നും കൂടെ നോക്കാം. അദ്ദേഹം സമർത്ഥനായ യുദ്ധവീരനും അതേപോലെ തന്നെ ഒരു കഴിവുറ്റ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണകർത്താവുമായിരുന്നു. He was a great conqueror as well as an efficient administrator. വെസ്റ്റേൺ യൂറോപ്പിലെ, അല്ലെങ്കിൽ പാശ്ചാത്യ യൂറോപ്പിലെ മെജോറിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളെയും അദ്ദേഹം തൻ്റെ, അല്ലെങ്കിൽ ഷാലമീൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. He was very successful to expand his empire. He brought almost all of the Western European regions under his own control. How? എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്? വൈവാഹിക ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും, അല്ലെങ്കിൽ മാട്രിമോണിയൽ അലയൻസസിലൂടെ, പൊളിറ്റിക്കൽ അലയൻസിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. He introduced centralized administration in his empire. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണം, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. അതേപോലെ തന്നെ പ്രാദേശിക ഭരണം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. അതോടൊപ്പം ഈ കൗണ്ടുകളുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ മിസൈ ഡൊമിനിസി എന്ന ഒരു ചാരസംഘടനയെ, അല്ലെങ്കിൽ രഹസ്യ വിഭാഗത്തെ അദ്ദേഹം നിയമിച്ചു. He created a secret department named Missile Dominici to check the activities of the counts. And he created relief funds for helping poor. സാധുജനങ്ങൾക്ക് അദ്ദേഹം ദുരിതാശ്വാസ നിധി ആരംഭിച്ചു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഷാലമീൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം തുടങ്ങി. He established many educational institutions. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വൈജ്ഞാനിക പുനരുത്ഥാനത്തെ, അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ഉണർവിനെയാണ് കരോലിജിയൻ നവോത്ഥാനം അഥവാ കരോലിജിയൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത്. ഷാലമീൻ്റെ മരണശേഷം ഫ്രാങ്കിഷ് സാമ്രാജ്യം, അല്ലെങ്കിൽ ഫ്രാങ്കിഷ് എംപയർ അഥവാ ദ ഹോളി റോമൻ എംപയർ കാലക്രമേണ തകർന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. I hope all are understood this class. Thank you for your watching.